കത്തുന്ന ദേഷ്യത്തോടെ പ്രഭ ആ നോട്ടുകൾ മീനാക്ഷിയമ്മയുടെ നേരെ എറിഞ്ഞുകൊടുത്തു. നിറഞ്ഞ കണ്ണുകളുടെ ജാനകിയമ്മയൊന്ന് കൈകൂപ്പി നോക്കി. മീനാക്ഷിയമ്മ ആ നോട്ടുകെട്ടുകൾ പെറുക്കിയെടുത്ത് മകളെ ഒരു നോട്ടം നോക്കി അവർ ആ വലിയ വീടിൻ്റെ പടിയിറങ്ങി. അവർ ഗേറ്റിന് പുറത്തെത്തിയതും രുദ്രൻ്റെ ബൈക്ക് ഇരമ്പിക്കൊണ്ട് മുറ്റത്തേക്ക് പാഞ്ഞു വന്നു. രുദ്രൻ അവർ പോകുന്നത് നോക്കി നിന്നു. ബൈക്ക് നിർത്തി ഇറങ്ങിയ രുദ്രൻ കണ്ടത് വിറച്ചു നിൽക്കുന്ന മീരയും ദേഷ്യത്തിൽ നിൽക്കുന്ന പ്രഭയെയുമാണ്. നീ ഇങ്ങോട്ടൊന്ന് വന്നേ രുദ്ര, ഇവിടെ നടന്നത് നീ ഒന്ന് കേൾക്ക്. പ്രഭ ഓരോന്നായി അതിശോക്തി കലർത്തി പറയാൻ തുടങ്ങി. രുദ്രൻ മീരയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. മുഖത്ത് കല്ലിച്ച ഭാവത്തോടെ അവൻ അകത്തേക്ക് നടന്നു. ഒരു നിഴലിനെ പോലെ താൻ അവിടെ നിൽക്കുമ്പോഴും തനിക്കൊരു പരിഗണനയും നൽകാതെ കടന്നുപോയ അയാളെ നോക്കി നിൽക്കെ മീരയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സ്നേഹമില്ലാത്ത ആ വലിയ വീട്ടിലെ ചുവരുകൾ തന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. നീ ഈ കോഫി ചിത്തുവിനൊന്ന് കൊടുത്തേ മോളെ. ജാനകിയമ്മയുടെ സ്വരത്തിൽ വാത്സല്യം ഒപ്പം ഒരു തരം നിസ്സഹായതയും കലർന്നിരുന്നു. മീരയുടെ കലങ്ങിയ കണ്ണുകളും ചുവന്നു തൊടുത്ത മുഖവും കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. പഠിച്ച് വളരേണ്ട പ്രായത്തിൽ ജീവിതത്തിലെ പരുക്കൻ വഴികളിലൂടെ നടക്കേണ്ടി വരുന്ന ഈ പാവം പെൺകുട്ടിയെ ഓർത്തപ്പോൾ ജാനകിയമ്മ അറിയാതെ സ്വന്തം മകനെ തന്നെ ഉള്ളിൽ ശപിച്ചു പോയി. എന്നാൽ പ്രഭയുടെ ഭാവം മറ്റൊന്നായിരുന്നു. മീരയുടെ കണ്ണുനീർ അവർക്ക് ആശ്വാസമാണ് ആ സമയം നൽകിയത്. ചുണ്ടിൽ വിരിഞ്ഞ പരിഹാസച്ചിരിയോടെ അവർ പറഞ്ഞു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ചെന്നിത് അവന് കൊണ്ടുകൊടുക്ക്. ആ പിന്നെ അവൻ നല്ല പോലെ കുടിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അവൻ എന്നെ കയറിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് ബഹളം വച്ചേക്കരുത്, കേട്ടല്ലോ. ജാനകിയുടെ മുന്നിൽ വെച്ച് തന്നെ കൊണ്ട് പഴി കേൾപ്പിച്ചവളോടുള്ള പക പ്രഭയുടെ കണ്ണുകളിൽ എരിയുന്നുണ്ടായിരുന്നു. പടവുകൾ ഓരോന്നായി കയറി പോകുന്ന മീരയെ നോക്കി അവർ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, അവനെ നീ അറിയാൻ പോകുന്നതേയുള്ളൂ. രുദ്രൻ്റെ മുറിക്ക് പുറത്ത് വലിയ ശബ്ദത്തിൽ ഏതോ ഹിന്ദി ഗാനം അലയടിക്കുന്നുണ്ട്. ഓരോ ചൂടിലും മീരയുടെ ഉള്ളം വിറച്ചു. ഭയത്തിൻ്റെ തണുപ്പുള്ള കൈകൾ അവളുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. വിറക്കുന്ന കൈകളോടെ അവൾ ആ മുറിയുടെ വാതിൽ പതുക്കെ തള്ളി തുറന്നു. അവൾ റൂമിലേക്ക് നോക്കിയതും കാഴ്ച ഭീകരമായിരുന്നു. മുറിയിലാകെ വോഡ്ക കുപ്പികൾ ചിന്നിച്ചിതറി കിടക്കുന്നു. തറയിൽ ഒഴുകി പരന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം നാസാഗ്നിയിലേക്ക് തുളച്ചു കയറി. കയ്യിലൊരു മദ്യക്കുപ്പിയുമായി സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ രുദ്രൻ അവിടെ ഇരിപ്പുണ്ട്. വാതിൽക്കൽ പകച്ചു നിൽക്കുന്ന മീരയെ കണ്ടതും രുദ്രൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. പക്ഷെ അവൻ കണ്ടത് മീരയെ ആയിരുന്നില്ല. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ്റെ മനസ്സ് തുന്നിച്ചേർത്ത തൻ്റെ പ്രിയപ്പെട്ട ഹിരണിയെയായിരുന്നു. ഹിരണി, അവൻ പതുക്കെ മന്ത്രിച്ചു. അവൻ്റെ വാക്കുകൾ പ്രണയത്തിൻ്റെ ആർദ്രതയും വിരഹത്തിൻ്റെ നോവും കലർന്നിരുന്നു. അവൻ വേച്ചു പതറി അവളുടെ അടുത്തേക്ക് മെല്ലെ വന്നു. അവളുടെ ഭയം നിറഞ്ഞ മുഖം കൈവെള്ളയിലെടുത്തുകൊണ്ട് അവൻ ഗദ്ഗതത്തോടെ പറഞ്ഞു, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചതാണ് നിനക്കറിയാമോ? നോക്ക് നോക്ക് നമ്മുടെ ഈ റൂം. നീ ആഗ്രഹിച്ചതുപോലെ, നീ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ മാറ്റിയില്ലേ? നിന്റെ ഇഷ്ടങ്ങളല്ലേ എനിക്കും വലുത്. അവളുടെ മിഴികളിലെ പേടി പ്രണയമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പ്രണയത്തിൻ്റെ മധുരവാക്കുകൾ കൊണ്ട് അവളെ മൂടുമ്പോൾ ആ നിമിഷം അവൻ്റെ ലോകം അവളിൽ മാത്രമായി ചുരുങ്ങിപ്പോയി. നമുക്കൊരുപാട് സംസാരിക്കാനില്ല ഹിരണി, നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവൻ്റെ ശ്വാസത്തിന് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നെങ്കിലും ആ ഹൃദയമിടിപ്പിൽ തീവ്രമായ പ്രണയത്തിൻ്റെ താളം അപ്പോഴും അവൾക്ക് കേൾക്കാമായിരുന്നു. രുദ്രൻ്റെ തോളിൽ തളർന്നു കിടക്കുമ്പോഴും മീരയുടെ ഉള്ളം പിടയുകയാണ്. തന്നെ ഹിരണിയായി തെറ്റിദ്ധരിച്ച് പ്രണയത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങി നിവർന്നവൻ ഓരോന്നായി പുലമ്പിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യമായി മീരയുടെ കണ്ണുകൾ അവനെ സൂക്ഷിച്ചു നോക്കി. കണ്ണുകളിൽ പകയില്ല, മറിച്ച് തീവ്രമായ പ്രണയത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം ബാക്കി. അവൾ അറിയാതെ ചിന്തിച്ചു പോയി, ഇത്രത്തോളം എൻ്റെ ചേച്ചിയെ സ്നേഹിച്ചിരുന്നു അയാൾ. ഇത്രയും ആഴത്തിൽ ഒരാൾക്ക് പ്രണയിക്കാൻ കഴിയുമെങ്കിൽ എന്തിനായിരുന്നു ഹിരണി ചേച്ചി ഇയാളെ ഉപേക്ഷിച്ചു പോയത്? രുദ്രൻ ബോധമില്ലാതെ ഹിരണിയുമായുള്ള ഓരോ നിമിഷങ്ങളും ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം മുതൽ അവളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അവൻ വാങ്ങി നൽകിയ ഓരോ ചെറിയ സമ്മാനങ്ങളെക്കുറിച്ച് പോലും ആ ലഹരിയിൽ അവൻ ഓർത്തെടുക്കുന്നു. അത്രത്തോളമുണ്ട് അവനിൽ അവൾ. തുടക്കത്തിൽ മീര അവനെ തള്ളി മാറ്റാനൊന്ന് ശ്രമിച്ചു പോയി. പക്ഷെ തൻ്റെ വാക്കുകളിലെ നിഷ്കളങ്കതയും വേദനയും കണ്ടപ്പോൾ അവളുടെ കൈകൾ പതിയെ അയഞ്ഞു.
പകയുടെ കനലുകൾക്കിടയിലും ആർദ്രമായൊരു നീറ്റൽ മീരയുടെ ഉള്ളിൽ പടർന്നു പന്തലിച്ചു. അവൾ അറിയാതെ പതുക്കെ മന്ത്രിച്ചു. ഇത്രയും പാവമായിരുന്നു ഈ മനുഷ്യൻ. സമയം നിശബ്ദമായി കടന്നുപോയി. രുദ്രന്റെ ശബ്ദം പതുക്കെ താഴ്ന്നു വന്നു. ഇടയ്ക്ക് കേട്ടിരുന്ന വിങ്ങലുകൾ നിലച്ചപ്പോൾ മീര മെല്ലെ മുഖമുയർത്തി നോക്കി. ലഹരിയുടെയും വേദനയുടെയും അമിതഭാരത്താൽ അവൻ അവളുടെ തോളിൽ ചാഞ്ഞു ഉറങ്ങിപ്പോയിരുന്നു. അവൾ പതുക്കെ അവനെ താങ്ങി പിടിച്ച് ബെഡിലേക്ക് കിടത്തി. അവൻ്റെ ഒരു കയ്യിൽ അപ്പോഴും ആ വോഡ്ക കുപ്പി മുറുകെ പിടിച്ചിരിപ്പുണ്ട്. പിരിയാൻ കഴിയാത്ത ഏതോ സങ്കടം പോലെ ആ കുപ്പി അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മീര അവനെ സൂക്ഷ്മതയോടെ അവൻ്റെ ഉറക്കം കെടുത്താതെ ആ കുപ്പി കയ്യിൽ നിന്നും മാറ്റിയെടുത്തു. തണുപ്പിൽ നിന്നും അവനെ സംരക്ഷിക്കാനെന്നോണം ബ്ലാങ്കറ്റ് എടുത്ത് അവൾ പുതപ്പിച്ചു. ആ മുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടയ്ക്കുമ്പോൾ മീരയുടെ ഉള്ളിൽ ആദ്യമായി പ്രതികാരത്തിന് പകരം സഹതാപം വിരിഞ്ഞു. മുറിയിലാകെ ചിതറിക്കിടക്കുന്ന കുപ്പിച്ചില്ലുകൾ അവൾ ഓരോന്നായി പെറുക്കിയെടുത്തു. തറയിൽ വീണ മദ്യത്തിൻ്റെ കറകൾ മാപ്പുപയോഗിച്ച് വൃത്തിയാക്കി. അവൻ ഉണരുമ്പോൾ ഈ മുറിയിൽ ഒരു തരി പോലും അവൻ്റെ വേദനയുടെ അടയാളങ്ങൾ ബാക്കിയുണ്ടാകരുത് എന്നവൾ വാശി പിടിച്ചു. എന്തിനാണെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു ആ നിമിഷം. മുറി വൃത്തിയാക്കി താഴേക്ക് വന്ന മീരയെ കാത്ത് പ്രഭ ഉമ്മറത്തുണ്ടായിരുന്നു. മീരക്കൊന്നും സംഭവിച്ചില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറി. ചീറ്റുന്ന നോട്ടത്തോടെ അവർ മീരയെ തടഞ്ഞു നിർത്തി. നീ അവന് കോഫി കൊടുത്തോ? പ്രഭയുടെ സ്വരത്തിൽ അധികാരത്തിൻ്റെ ഗർവ് മുഴങ്ങി കേട്ടിരുന്നു. ഇല്ല, മീര തറയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ? താൻ പറഞ്ഞതല്ലേ കൊടുക്കാൻ. അപ്പോഴേക്കും അദ്ദേഹം ഉറങ്ങിപ്പോയിരുന്നു. മീരയുടെ മറുപടി കേട്ട പ്രഭയുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. അവർ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എത്ര കുടിച്ചാലും ബോധം മറയാത്തവനാണ് രുദ്രൻ. പിന്നെ എങ്ങനെ അവൻ പെട്ടെന്നുറങ്ങി? മീര എന്തോ ഒളിക്കുന്നുണ്ടെന്ന് അവരുടെ ഉള്ളം മന്ത്രിച്ചു. ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ പ്രഭയുടെ മനസ്സിൽ മീരയോടുള്ള പക അഗ്നിപുകയുന്നുണ്ടായിരുന്നു. മീര അടുക്കളയിൽ തനിച്ചായി. പക്ഷെ അവളുടെ ചുറ്റും അപ്പോഴും രുദ്രൻ്റെ സാമീപ്യം അനുഭവപ്പെട്ടിരുന്നു. അവളുടെ വസ്ത്രങ്ങളിൽ അപ്പോഴും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധവും അതിനേക്കാൾ തീവ്രമായ അവൻ്റെ പ്രണയവാക്കുകളുടെ ലഹരിയും പറ്റിപ്പിടിച്ചിരുന്നു. അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ കാതുകളിൽ പ്രതിധ്വനിച്ചു കൊണ്ടേയിരുന്നു. ഒരു വശത്ത് തകർന്നു പോയ തൻ്റെ കുടുംബത്തിലെ ഓർമ്മകൾ, മറുവശത്ത് ഇത്രയും വലിയ പ്രണയായ ആ മനുഷ്യൻ. അവളുടെ മനസ്സ് ഒരു വലിയ സംഘർഷത്തിലായിരുന്നു ആ നിമിഷവും. ഈ പകയുടെയും പ്രണയത്തിൻ്റെയും തടയിൽ താൻ എവിടെയാണ് നിൽക്കുന്നത്? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പുറത്ത് ഇരുട്ട് കനക്കുമ്പോഴും ആ വലിയ വീട്ടിൽ രണ്ടു ഹൃദയങ്ങൾ ഒരേ സമയം വേദനയുടെയും തിരിച്ചറിവിൻ്റെയും പുതിയൊരു അധ്യായത്തിലേക്ക് നടന്നു. പുറത്ത് സന്ധ്യയുടെ കനത്ത നീലുകൾ വീണു തുടങ്ങി. ജനാലക്ക് തട്ടി നിൽക്കുന്ന കാറ്റിൽ ഏകാന്തതയുടെയും നോവിൻ്റെയും ഗന്ധമായിരുന്നു നിറയെ. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അടിവയറ്റിൽ നിന്നും ഇരച്ചു കയറുന്ന വേദനയുടെ തീക്ഷ്ണതയിൽ ശരീരം വില്ലുപോലെ വളച്ചു കിടക്കുകയാണ് ഹിരണി. ഓരോ ശ്വാസത്തിലും ആ വേദന അവളെ ചുട്ടുപൊള്ളിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ച് വിറക്കുന്ന ചുണ്ടുകൾ കടിച്ചമർത്തി അവൾ ആ നിശബ്ദതയെ ചുരുണ്ടുകൂടി കിടന്നു. പെട്ടെന്നാണ് മുറിയുടെ കതക് പരുക്കൻ ശബ്ദത്തോടെ തുറക്കപ്പെട്ടത്. അകത്തേക്ക് കടന്നു വന്ന രാഹുലിൻ്റെ പാദമുദ്രകൾക്ക് അധികാരത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. അവളുടെ തളർച്ചയെ അവഗണിച്ചുകൊണ്ട് അവൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. നീ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അതൊരു ചോദ്യമായിരുന്നില്ല, മറിച്ച് ഒരു യജമാനൻ്റെ ശാസനയായിരുന്നു. വേദനയുടെ കയത്തിൽ നിന്നും കഷ്ടപ്പെട്ട് കണ്ണുകൾ തുറന്ന് അവൾ അവനെ നോക്കി. വിറക്കുന്ന കൈകൾ ബെഡിലമർത്തി പതുക്കെ എഴുന്നേൽക്കാൻ അവൾ ശ്രമിച്ചു. നിങ്ങളും അമ്മയും പുറത്തു നിന്ന് ആഹാരം കഴിച്ചു കാണുമെന്നാണ് ഞാൻ കരുതിയത്. അവളുടെ വാക്കുകൾ ഇടറി. തൊണ്ടയിൽ തടഞ്ഞു നിന്ന വേദന വാക്കുകളെ അപൂർണമാക്കിയിരുന്നു. ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വിശന്ന് വരികയാണെന്ന് നിനക്കറിയില്ലേ? ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ തയ്യാറാക്കിയിരിക്കണം. മുഖത്ത് പുച്ഛം കലർത്തി ഒരു ആജ്ഞ പോലെ അത് പറഞ്ഞവൻ തിരിഞ്ഞു. രാഹുൽ, എനിക്ക് തീരെ വയ്യ, എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. ഒരു നിമിഷം ആ കൈകളിൽ തൂങ്ങി അവൾ ദയനീയമായി അപേക്ഷിച്ചു. പക്ഷെ മുറിക്ക് പുറത്തുനിന്നും ഉയർന്നു കേട്ട ചന്ദ്രികയുടെ പരിഹാസം കലർന്ന ആ ചിരി ഹിരണിയെ വെണ്ണീറാക്കി. പെണ്ണുങ്ങളായാൽ സഹിക്കാനും ക്ഷമിക്കാനും പഠിക്കണം ഹിരണി. വെറുതെ ഓരോ ഒഴിവ് കഴിവുകൾ പറയാതെ ചെന്ന വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ആ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ച വിഷം ഹിരണിയുടെ ഹൃദയത്തിലേക്ക് തെറിച്ചു. വെറും 4 ദിവസങ്ങൾ ആ വീട്ടിലേക്ക് അവൾ കൊണ്ടുവന്ന 50 ലക്ഷം രൂപയുടെ അഹങ്കാരത്തിലായിരുന്നു ആ അമ്മയും മകനും.
വിവാഹമെന്ന സ്വപ്നത്തെ അവർ പണക്കൊതിയുടെ ചന്തയാക്കി മാറ്റി. ഹിരണി കൊണ്ടുവന്ന പണം അമിത ആർഭാടങ്ങാക്കി ആ വീട്ടിൽ പെയ്തിറങ്ങി. ചന്ദ്രികയുടെ ഉടലിൽ പുതിയ പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും വെട്ടിത്തിളങ്ങുമ്പോൾ രാഹുൽ നഗരത്തിലെ ക്ലബ്ബുകളിൽ മദ്യലഹരിയിൽ ആ പണം ദൂർത്തടിച്ചു. 4 ദിനങ്ങൾ കൊണ്ട് ഹിരണിയുടെ സങ്കല്പങ്ങൾ ആ കരി പിടിച്ച ചുവരുകൾക്കുള്ളിൽ ശ്വാസമുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. ഡൈനിങ് ടേബിളിൽ ആഹാരമെത്താത്തത് ചന്ദ്രികയുടെ ക്ഷമ നശിപ്പിച്ചു. അവർ രാഹുലിന് നേരെ തിരിഞ്ഞു. നീ അവളെ കൊഞ്ചിച്ചു വഷളാക്കിയിരിക്കുകയാണ് രാഹുൽ. ഏതോ കുപ്പത്തൊട്ടിയിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന സാധനത്തിന് നീ ഇത്രയും പരിഗണന കൊടുക്കേണ്ടതുണ്ടോ? നോക്ക്, നമ്മൾ ഡൈനിങ് ടേബിൾ വന്നിരുന്നിട്ട് 1 മണിക്കൂറായി. നിന്റെ പെണ്ണ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അമ്മയുടെ വാക്കുകൾ അതിരുവിട്ടതും കണ്ടപ്പോൾ രാഹുലിൻ്റെ ഭാവം ഒന്ന് മാറി. ഉള്ളിലെവിടെയോ മരവിച്ചു പോയ മനസ്സാക്ഷിയുടെ ഒരു കഷ്ണം ഉണർന്നതുപോലെ അവൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ. ചന്ദ്രിക ഒന്ന് ഞെട്ടി. അവൻ തുടർന്നു, നമുക്ക് സ്നേഹമോ ബന്ധങ്ങളോ വേണ്ടെന്നും പണം മാത്രം മതിയെന്നും കരുതിയല്ലേ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ 50 ലക്ഷം വാങ്ങി നമ്മൾ ഇങ്ങോട്ട് പോന്നത്? പണമില്ലാതെ ജോലിയില്ലാത്ത എന്നെപ്പോലൊരുവനെ അവൾ സ്നേഹിച്ചത് അവളുടെ തെറ്റായിരിക്കാം. പക്ഷെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ അമ്മക്കറിയില്ലേ? വലിയ കോടീശ്വരന്മാർ വന്ന് പെണ്ണ് ചോദിക്കുന്ന തറവാടുമൊന്നുമല്ല ഇതെന്ന ബോധം അമ്മയ്ക്കെപ്പോഴും വേണം. സത്യത്തിൻ്റെ ആ കൈപ്പുനൽ ചന്ദ്രികയ്ക്ക് ഇറക്കാൻ അപ്പോഴും പ്രയാസമായിരുന്നു. മകൻ്റെ വാക്കുകൾ കേട്ടതും അവരുടെ മുഖം വിളറി വെളുത്തുപോയി.